സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 30 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ടൊരു റിവിഷൻ സീരീസ് ചെയ്യുന്നുണ്ടല്ലേ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിലബസിനെ ബേസ് ചെയ്തിട്ട് സിലബസിൽ 10 മൊഡ്യൂൾസ് ആണുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ ഓവർസിയർ ഗ്രേഡ് 1 റിവിഷൻ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും സിലബസും നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളും അതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾസിൽ നമ്മൾ 7 മൊഡ്യൂൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 8ാമത്തെ മൊഡ്യൂളാണല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ മൊഡ്യൂൾ 8 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 8ൽ ഏതാണ് പോർഷൻ വരുന്നത്? ജിയോടെക് ആണ് അല്ലേ. ജിയോടെക് ആണ് മൊഡ്യൂൾ 8ൽ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ നിങ്ങൾ ഈ ഒരു ജിയോടെക്കിൻ്റെ പോർഷനാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. റിവിഷൻ സീരീസ് 29 മുതലാണ്. 29, 30, 31, 32 എന്ന 4 സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 8നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. സിലബസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 8ൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സിലബസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലുള്ള ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സിലബസിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. അതിൽ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്നും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്നും ബേസിക് ആയിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ജിയോടെക്കിൽ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബുക്ക് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിവിഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ഫോർ സോയിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലേ. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണെങ്കിലോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻ ഓഫ് സോയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിയർ സ്ട്രെങ്ത്, പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി ഒക്കെ പറയാൻ പറ്റും. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അറ്റോമിക് യൂണിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ വരുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണല്ലേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഫോർ soil classification. Examples: water content, specific gravity, പിന്നെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. നോക്കി വെക്കാം. ഇനി നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വാട്ടർ കണ്ടന്റ് അല്ലേ. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാൻ എത്ര മെത്തേഡ് ആണുള്ളത് നമുക്ക് നോക്കാം. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ നമ്മൾ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പൈക്നോമീറ്റർ അല്ലേ. പൈക്നോമീറ്റർ മെത്തേഡ്
ഇത് നമ്മൾ ലാബിൽ തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊന്നാണ് ടോർഷൻ ബാലൻസ് മെത്തേഡ്. നെക്സ്റ്റ് വണ്ണാണ് റേഡിയേഷൻ മെത്തേഡ്. പിന്നെ വരുന്നതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡ്. ഇനിയും ഉണ്ട് അല്ലേ. അപ്പം ജസ്റ്റ് കുറച്ച് മെത്തേഡ്സ് ഞാൻ എഴുതിയതാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. ഇനിയും ആൽക്കഹോൾ മെത്തേഡ്, കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? പൈക്നോമീറ്റർ മെത്തേഡും അതുപോലെ തന്നെ ഓവൻ ഡ്രൈയിങ് മെത്തേഡും ആണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് നമുക്ക് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എടുത്താൽ, ഓവൻ ഡ്രൈയിങ് മെത്തേഡ് അല്ലേ. ഈ മെത്തേഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്ന എന്താണ്? ഫസ്റ്റ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആണ് അല്ലേ. മോസ്റ്റ് ആക്യുറേറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെത്തേഡുമാണ് ഈ ഒരു ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഓർക്കേണ്ടത്? മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ആക്യുറേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് മെത്തേഡും ആണെന്നുള്ളത് ഓർക്കുക. മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഓവൻ ഡ്രൈയിങ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? നമുക്കതിൻ്റെ ഇങ്ങനെയാണ് ആ ഒരു റേഷ്യോ വരുന്നത്. വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു W1 എന്നുള്ളത് empty കണ്ടെയ്നർ ആണ്. അതുപോലെ തന്നെ W2 എന്ന് പറയുന്നത് empty കണ്ടെയ്നർ പ്ലസ് സോയിലാണ്. തേർഡ് നമ്മൾ W3 എന്ന് പറഞ്ഞെടുത്തിട്ട് അതിൽ ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് അല്ലേ, ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് കണ്ടെയ്നറും പ്ലസ് സോയിലും ആയിരിക്കും. അതായത് ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് ആണ്, കണ്ടെയ്നർ പ്ലസ് സോയിലായിരിക്കും അത് W3 എന്ന് പറയുന്നത്. ഇത് W1 W2 W3 എന്ന് പറയുന്നത് നമുക്കൊരു ഈ റേഷ്യോൻ്റെ ആ ഒരു ഇക്വേഷൻ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ തീരെ ഒന്നും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണെന്നെങ്കിലും അറിഞ്ഞിരിക്കാം. അപ്പം ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് കണ്ടെയ്നർ പ്ലസ് സോയിൽ എന്നുള്ളത് ഓക്കെ. ഇനി നമുക്ക് ഓവൻ ഡ്രൈയിങ് മെത്തേഡിനെ നമ്മളിപ്പം എങ്ങനെയാണ് കാണുക? അതിൽ വെയിറ്റ് നമ്മൾ കാണുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ W1 W2 W3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരിക W2 മൈനസ് W3 ഡിവൈഡഡ് ബൈ W3 മൈനസ് W1. എന്താണ് W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ empty കണ്ടെയ്നറിനെയാണ് നമ്മൾ W2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് കണ്ടെയ്നർ പ്ലസ് സോയിലിനെയാണ് നമ്മൾ W3 എന്ന് പറഞ്ഞിട്ടുള്ളത്. സെയിം ഡിവൈഡഡ് ബൈ പിന്നെ W3 മൈനസ് W1 അല്ലേ, empty കണ്ടെയ്നർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W കിട്ടുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളതാണ് പൈക്നോമീറ്റർ മെത്തേഡ്. പൈക്നോമീറ്റർ മെത്തേഡ് അല്ലേ. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പൈക്നോമീറ്റർ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് കാണുക? W ഈസ് ഈക്വൽ ടു W1 എന്താണ് W2 എന്താണ് നമുക്ക് എഴുതിയിട്ട് പറയാം അല്ലേ. പൈക്നോമീറ്റർ മെത്തേഡിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ ഒരു വോളിയം ഓഫ് പൈക്നോമീറ്റർ എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. വോളിയം ഓഫ് പൈക്നോമീറ്റർ എന്ന് പറഞ്ഞാൽ 900 ml ആണ്. നമുക്ക് W1 W2 നോക്കിയാലോ. ഇതിൽ
ഇത് W1 ആണ്. W1 വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി W2 എടുക്കുകയാണെങ്കിൽ W2ൽ കണ്ടെയ്നർ പ്ലസ് മോയ്സ്ചേർഡ് സോയിലാണ്. കണ്ടെയ്നർ പ്ലസ് മോയ്സ്ചേർഡ് സോയിലാണ് W2 വരുന്നത്. ഇനി W3 എന്താണ്? W3 എന്താണ് വരിക? W3 വരുന്നതാണ് കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ. കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ ആണ് ഈ ഒരു W3യിൽ വരുന്നത്. ഇനി നമുക്ക് W4 നോക്കാം. W4 നോക്കിയാൽ W4ൽ എന്താണ് വരിക? W4ൽ കണ്ടെയ്നർ പ്ലസ് വാട്ടർ ആണ്. അപ്പോൾ എന്താണ് W1, W2, W3, W4 നോക്കുക. എന്നാൽ ഞാൻ പറയുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ആണ് വരുന്നത്. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് മോയ്സ്ചേർഡ് സോയിൽ ആണ്. W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ സോയിൽ പ്ലസ് വാട്ടർ ആണ് വരുന്നത്. പിന്നെ W4 ആണെങ്കിൽ കണ്ടെയ്നർ പ്ലസ് വാട്ടർ ആണ് എന്നുള്ളതും ഓർത്ത് വെക്കാം. നമുക്ക് പൈക്കണോമീറ്റർ മെത്തേഡിൽ പ്രകാരം W കാണുന്നത് നോക്കാം. എന്താണ് W? എങ്ങനെയാണ് കാണുക? W ഈസ് ഈക്വൽ ടു W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W3 മൈനസ് W4. അപ്പം എന്നിട്ട് G മൈനസ് 1 divided by G, total minus 1 into 100. അപ്പം ഇതാണ് നമ്മൾ പൈക്കണോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ആണ്. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് മോയ്സ്ചേർഡ് സോയിൽ ആണ്. W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ ആണ് വരുന്നത്. W4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് വാട്ടർ ആണ് വരുന്നത്. പൈക്കണോമീറ്ററിൽ വോളിയം ഓഫ് പൈക്കണോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ml ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതാണ് നമുക്ക് പൈക്കണോമീറ്ററിൽ നോക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ആദ്യം നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ വാട്ടർ കണ്ടന്റ് പറഞ്ഞു അല്ലേ? വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ നോക്കാനുള്ളതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സെക്കൻഡ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് പൈക്കണോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. സെയിം അതിൽ W1 എന്ന് പറയുമ്പം കണ്ടെയ്നർ വെയിറ്റ്, W2 എന്ന് പറയുമ്പം കണ്ടെയ്നർ വെയിറ്റ് പ്ലസ് ഓവൻ ഡ്രൈയിങ് സോയിൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ പ്ലസ് ഡ്രൈ സോയിൽ പ്ലസ് H2O ആയിരിക്കും. പിന്നെ W4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് വാട്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് കാണുക? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 ഇൻറ്റു മൈനസ് W3 മൈനസ് W4. അപ്പം ഇതാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നോർമൽ സോയിൽ ആണെങ്കിൽ 2.6 to 2.8 ആണ് റേഞ്ച് വരിക. ഓർഗാനിക് സോയിൽ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി <2 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോർമൽ സോയിലിൻ്റെത് ജസ്റ്റ് ഒന്ന് എഴുതാം. നോർമൽ സോയിൽ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.6 to 2.8 ആണ്. ഓർഗാനിക് സോയിൽ ആണെങ്കിൽ
സ്പെസിഫിക് ഗ്രാവിറ്റി <2 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ എന്താണ് വാട്ടർ കണ്ടന്റ് പറഞ്ഞു. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഡിറ്റർമിൻ പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സൈസസ് അല്ലേ. ഇതിൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസിനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിൽ ഡ്രൈ സീവ് അനാലിസിസ് ഉണ്ട്, വെറ്റ് സീവ് അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കും ഉണ്ട് അല്ലേ. അതിൽ നമുക്ക് എന്താണ് ഈ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ആദ്യം എഴുതാം. എന്താണ് ഡിറ്റർമിൻ പെർസെൻറ്റേജ് of determine percentage of soil particle in different size. അതിനാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡ്രൈ സീവ് അനാലിസിസ് ഒന്ന് നോക്കാം, അതുപോലെ തന്നെ വെറ്റ് സീവ് അനാലിസിസ് ഒന്ന് നോക്കാം, അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലേ അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ഫസ്റ്റ് ഡ്രൈ സീവ് അനാലിസിസ് ആണെങ്കിൽ എന്താണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും അല്ലേ. അതുപോലെ ഇവിടുത്തെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എസ് ഷേപ്പിലായിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ നമ്മൾ ഈ ഒരു ഇത് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു സോയിൽ പാർട്ടിക്കിൾസ് നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡ്രൈ സീവ് അനാലിസിസിൽ ഇതിൽ വരുന്നതാണ് 75 മൈക്രോൺ, അതായത് ഗ്രേറ്റർ ദാൻ 75 മൈക്രോണിലാണ് നമ്മൾ ഒരു ഡ്രൈ സീവ് അനാലിസിസ് വരുന്നത്. 75 മൈക്രോൺ വരും, അതുപോലെ തന്നെ 75 മൈക്രോൺ 150 212 ഒക്കെ വരുന്നതാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1 mm 2 mm 4.75 mm ഒക്കെ ഒരു ഡ്രൈ സീവ് അനാലിസിസിലാണ് വരിക. അതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ് ഈസ് നോട്ടഡ്. എന്താണ് ഡ്രൈ സീവ് അനാലിസിസിൽ ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് retained on each sieve is noted. എന്നിട്ട് നമ്മളെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണല്ലേ വരയ്ക്കുന്നത്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇതിൽ വെൽ ഗ്രേഡഡ് സോയിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെൽ ഗ്രേഡഡ് സോയിലിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ എസ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് കർവ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ സീവ് സൈസ് പെർസെൻറ്റേജ് എന്നിട്ട് ഈ ഒരു കർവ് ഉണ്ടാവുക ഒരു എസ് ഷേപ്പിലായിരിക്കും നല്ലത്, മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് വെൽ ഗ്രേഡഡ് സോയിലിൻ്റെത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എസ് ഷേപ്പ് ആയിരിക്കും അല്ലേ. ഫോർ വെൽ ഗ്രേഡഡ് സോയിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എസ് ഷേപ്പ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എസ് ഷേപ്പ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഒരു സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ
മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ ഡ്രൈ സീവ് അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് കർവ് വരുന്ന സമയത്ത് വെൽ ഗ്രേഡഡും പുവർലി ഗ്രേഡഡും അതിൽ തന്നെ യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ, ഗ്യാപ്പ് ഗ്രേഡഡ് സോയിലൊക്കെ വരുന്നുണ്ട്. അതൊന്നും എടുത്ത് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിൻ്റെത് ജസ്റ്റ് ഒന്ന് പറയാം. കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ D60/D10 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. D60/D10 ആണെന്നുള്ളത് അറിയുക. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വെറ്റ് സീവ് അനാലിസിസ്. ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ ആണ് അല്ലേ, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിന് സെറ്റിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് വിച്ച് സോയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ അല്ലേ, ആ ഒരു പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആവുന്ന ആ ഒരു വെലോസിറ്റി അല്ലേ, അതാണ് നമ്മൾ സെറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി അറ്റ് വിച്ച് സോയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ. അപ്പം ഈ ഒരു വെറ്റ് സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ ആണ്. അതിന്റെ സെറ്റിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അറ്റ് വിച്ച് സോയിൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. അതിനാണ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെറ്റ് സീവ് അനാലിസിസിനെ തന്നെ നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് എന്നും പറയും. ആ ഒരു സെഡിമെന്റേഷൻ അനാലിസിസിൽ തന്നെ ഒരു 2 മെത്തേഡ്സ് ഉണ്ട്. പൈപ്പ് മെത്തേഡും അതുപോലെ തന്നെ ഹൈഡ്രോമീറ്റർ അനാലിസിസും അല്ലേ. അപ്പോൾ നമ്മളെ സിലബസിൽ ഹൈഡ്രോമീറ്റർ അനാലിസിസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഹൈഡ്രോമീറ്റർ അനാലിസിസ് അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ മെത്തേഡ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ഒരു പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് ആണ് ബേസ്ഡ് ഓൺ ദ സെറ്റിലിംഗ് റേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോമീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈഡ്രോമീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ അനാലിസിസിന്റെ മെത്തേഡാണ്. അപ്പം അത്രയാണ് നമുക്ക് വെറ്റ് അനാലിസിസിൽ പറയാനുള്ളത്. വെറ്റ് അനാലിസിസ് ഓർ സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഇനി നമുക്ക് കൺസിസ്റ്റൻസി ലിമിറ്റ് ആണ് നോക്കാനുള്ളത്. കൺസിസ്റ്റൻസി ലിമിറ്റ് ഓൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈൻ ഗ്രേഡഡ് സോയിലിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് വേണ്ടിയിട്ടാണ്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ് ഓർ ഹാർഡ്നെസ് ഓഫ് ദ സോയിൽ ആണ് അല്ലേ. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ് കൺസിസ്റ്റൻസീസ്, പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേജ്, പ്ലാസ്റ്റിക് സ്റ്റേജ്, സെമി സോളിഡ് സ്റ്റേജ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി, ലിക്വിഡ്, പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്നുള്ളത് നോട്ട് എഴുതാം. കൺസിസ്റ്റൻസി ലിമിറ്റ് ഓർ അട്ടർബർഗ് ലിമിറ്റ് എന്ന് പറയും അല്ലേ. ഓർ അട്ടർബർഗ് ലിമിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. കൺസിസ്റ്റൻസി ഓഫ് അട്ടർബർഗ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ് ഓർ ഹാർഡ്നെസ് ഓഫ് ദ സോയിൽ അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് softness or hardness of soil or
ഓഫ് സോയിൽ എന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഓൺലി ഫോർ ദ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ കൺസിസ്റ്റൻസീസ് ആണ് അല്ലേ. ഓൺലി ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ സോയിൽ എക്സിസ്റ്റ് എന്നുള്ളതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിവിടെ റിലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കൺസിസ്റ്റൻസീസിന്റെ സ്റ്റേജ് ആണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കൺസിസ്റ്റൻസീസിൽ ഏതൊക്കെ സ്റ്റേജ് ആണ്? കൺസിസ്റ്റൻസീസിൽ പറയുമ്പം ഏതൊക്കെയാണ് വരുന്നത്? ലിക്വിഡ് സ്റ്റേജ്, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്റ്റേജ്, പിന്നെ സെമി സോളിഡ് സ്റ്റേജ്, സോളിഡ് സ്റ്റേജ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കൺസിസ്റ്റൻസീസിൽ വരുന്നതാണ് ലിക്വിഡ് സ്റ്റേജ്, പ്ലാസ്റ്റിക് സ്റ്റേജ്, സെമി സോളിഡ് സ്റ്റേജ്, സോളിഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അറ്റർബർഗ് ലിമിറ്റ് എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ ബൗണ്ടറി ആണ് അല്ലേ. ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം ഓഫ് സോയിലാണ്, ഇവിടെ നമുക്ക് വാട്ടർ കണ്ടന്റ് പറയാം, എന്നിട്ട് ഓരോ സ്റ്റേജ് വരുന്നുണ്ട് അല്ലേ. ഓരോ സ്റ്റേജ് വരുന്നുണ്ട് ഇതിൽ ഇങ്ങനെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് WS ആണ് അല്ലേ. നെക്സ്റ്റ് WP, WL. ഇവിടെ നമുക്ക് സോളിഡ് എന്ന് എഴുതാം. ഇവിടെ സെമി സോളിഡ്, പ്ലാസ്റ്റിക്, ലിക്വിഡ് അല്ലേ. അപ്പം പിക്ചർ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമുക്ക് ലിക്വിഡ് ലിമിറ്റ് ആണല്ലേ നോക്കേണ്ടത്. ലിക്വിഡ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റിൽ ഏതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ളതാണ്? ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയും പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെയും ഇടയിലുള്ളതാണ് ലിക്വിഡ് ലിമിറ്റ് അല്ലേ. WL എന്നുള്ള ടേമോട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ ബൗണ്ടറി water content between liquid state and plastic state. അതിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് നോക്കാം. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാട്ടർ കണ്ടന്റ് എൻ്റർ ഇൻ ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ ആ ഒരു ബൗണ്ടറി വാട്ടർ കണ്ടന്റ് വരുന്നത് എന്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ബിറ്റ്വീൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് സെമി സോളിഡ് സ്റ്റേറ്റ്. പിക്ചറിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് സെമി സോളിഡ് അല്ലേ. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് സെമി സോളിഡിൽ WP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് വരുന്നത്. WP പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ ബൗണ്ടറി എങ്ങനെയാണ് വരുന്നത്? ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് between
plastic state and semi solid state. ഇവിടെ നമ്മൾ 3mm ഒരു റോൾ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യും അല്ലേ. ആ ഒരു സോയിൽ ട്രാൻസിഷൻ ഫ്രം ഏത് സ്റ്റേജ് ടു ഏത് സ്റ്റേജ് ആണ്, പ്ലാസ്റ്റിക് സ്റ്റേജ് ടു സെമി സോളിഡ് സ്റ്റേജ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു 3mm ഡയമീറ്റർ ത്രെഡ് നമ്മൾ റോള് ചെയ്യും ഈ ഒരു പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഇതിൽ. അപ്പം ആ ഒരു 3mm എന്നുള്ള ആ ഒരു ഡയമീറ്റർ ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഇതാണ് പ്ലാസ്റ്റിക് ലിമിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലിക്വിഡ് ലിമിറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ലിമിറ്റും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്, നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കാണ്, പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഷ്രിങ്കേജ് ലിമിറ്റ് എന്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കാണ്, ഷ്രിങ്കേജ് ലിമിറ്റിൽ ആ ഒരു ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ സെമി സോളിഡ് ആൻഡ് സോളിഡ് അല്ലേ. സെമി സോളിഡ് ആൻഡ് സോളിഡ് ആണ് WS വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം ഷ്രിങ്കേജ് ലിമിറ്റ് എന്താണ്, ബൗണ്ടറി of water content between എന്തിൻ്റെയൊക്കെയാണ്, സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേജ്. അപ്പം ഇതാണ് ഷ്രിങ്കേജ് ലിമിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷ്രിങ്കേജ് ലിമിറ്റിലുള്ളതാണ് നമ്മൾ ആ ഒരു മിനിമം വാട്ടർ കണ്ടന്റ് നമ്മൾ ആ ഒരു അറ്റൈൻ സെമി സോളിഡ് സ്റ്റേജ് അല്ലേ, അതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, മിനിമം വാട്ടർ കണ്ടന്റ് റിക്വയർഡ് ടു അറ്റൈൻ സെമി സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷ്രിങ്കേജ് ലിമിറ്റ് മിനിമം വാട്ടർ കണ്ടന്റ് required to attain semi solid സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ്, അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൺസിസ്റ്റൻസി ഇൻഡെക്സ് കൂടെ നോക്കാം. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഏതൊക്കെയാണ് വരുന്നത്, കൺസിസ്റ്റൻസി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇൻഡെക്സിൽ വരുന്നത് ഒന്നാണ്, എല്ലാം പറയുന്നില്ല, പ്ലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വൺ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാണ് കാണുക, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നമ്മൾ IP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്താൽ WL - WP ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. WL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ്, WP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. അതാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാനുള്ളത് 2-3 പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് എങ്ങനെയാണ് കാണുക, കൺസിസ്റ്റൻസി ഇൻഡെക്സ് IC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ WL - W ഡിവൈഡഡ് ബൈ WL - WP ആണ് അല്ലേ. WL ലിക്വിഡ് ലിമിറ്റ് ആണ്, W വാട്ടർ കണ്ടന്റ്. WL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡ് ലിമിറ്റ് ആണ്, ലിക്വിഡ് ലിമിറ്റ് തന്നെയാണ്. പിന്നെ WP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. അപ്പം W വാട്ടർ കണ്ടന്റ് ആണ്, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണല്ലോ, ലിക്വിഡ് ലിമിറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ലിമിറ്റും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ലിക്വിഡിറ്റി ഇൻഡെക്സ് നോക്കിയാലോ. ലിക്വിഡിറ്റി ഇൻഡെക്സിനെ നമ്മൾ
ഐ എൽ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. അത് ഡബ്ല്യു മൈനസ് ഡബ്ല്യു പി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ്, ഡബ്ല്യു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ്, ഡബ്ല്യു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് അല്ലേ. അതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ജിയോടെക് എല്ലാ എക്സാമിനും സിലബസിനും നമ്മൾ നോക്കാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് ചില ആളുകൾക്കെങ്കിലും ഇതൊന്ന് മറന്നു പോയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ മറന്നു പോയ ആളുകളൊക്കെ കറക്റ്റ് ഒന്ന് പഠിച്ച് കറക്റ്റ് റിവൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ സോയിൽ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. അതിൽ വരുന്നതാണ് വാട്ടർ കണ്ടന്റ്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, അറ്റർബർഗ് യൂണിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കിയത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാട്ടർ കണ്ടന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. വാട്ടർ കണ്ടന്റ് കണ്ടിട്ടുള്ള മെത്തേഡിൽ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പൈക്നോമീറ്റർ മെത്തേഡ് ഉണ്ട്, ടോർഷൻ ബാലൻസ് മെത്തേഡ് ഉണ്ട്, റേഡിയേഷൻ മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ തന്നെ വരുന്നുണ്ട് അല്ലേ. അതിൽ നമ്മൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡും പൈക്നോമീറ്റർ മെത്തേഡുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പൈക്നോമീറ്ററിൻ്റെ ആ ഒരു വോളിയം ഓഫ് പൈക്നോമീറ്റർ വരുന്നത് 900 ml ആണ്. പിന്നെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പൈക്നോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പം അതും കൂടെ ഓർത്ത് വെക്കാം. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺ ആണെങ്കിൽ ഡ്രൈ സീവ് അനാലിസിസും, അതുപോലെ തന്നെ ലെസ് ദാൻ 75 മൈക്രോൺ ആണെങ്കിൽ വെറ്റ് സീവ് അനാലിസിസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വെറ്റ് സീവ് അനാലിസിസ് ഓർ സെഡിമെൻ്ററി അനാലിസിസ് എന്ന് തന്നെ പറയും അല്ലേ. പിന്നെ ഡ്രൈ സീവ് അനാലിസിസിൻ്റെ നമ്മൾ എന്തായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്? അവിടെ വെൽ ഗ്രേഡഡ് സോയിലിൻ്റെത് എസ് ഷേപ്പ് ആയിരിക്കും പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ സീവ് അനാലിസിസിൽ നമ്മൾ എന്താണ് നോട്ട് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് റിട്ടേൺഡ് ഓൺ ഈച്ച് സീവ് ഈസ് നോട്ടഡ് അല്ലേ. അപ്പോൾ നമ്മൾ അതാണ് അവിടെ നോട്ട് ചെയ്യുന്നത്. എവിടെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ വർക്കിന് അല്ലേ. കൺസ്ട്രക്ഷൻ വർക്കിന് നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒരു ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. പിന്നെ നമ്മൾ പുവർലി ഗ്രേഡർ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D60/D10 എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് പറഞ്ഞു. വെറ്റ് സീവ് അനാലിസിസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ ആണ്. അതിൽ നമ്മൾ സെറ്റിംഗ് വെലോസിറ്റി ആണല്ലേ കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ആസ് വിത്ത് സോയിൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ എന്നുള്ളതിനാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെറ്റ് സീവ് അനാലിസിസിലൂടെ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വെറ്റ് സീവ് അനാലിസിസ് സെഡിമെൻ്ററി അനാലിസിസിൻ്റെ 2 മെത്തേഡ് പറഞ്ഞു, പിപ്പറ്റ് മെത്തേഡും പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോമീറ്റർ അനാലിസിസും. അപ്പം അത് നോക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്? അറ്റർബർഗ് ലിമിറ്റ് അല്ലെ. അറ്റർബർഗ് ലിമിറ്റ് ഓർ കൺസിസ്റ്റൻസി ലിമിറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കൺസിസ്റ്റൻസീസ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേജ് ഉണ്ട്, പ്ലാസ്റ്റിക് സ്റ്റേജ് ഉണ്ട്, സെമി സോളിഡ് സ്റ്റേജ് ഉണ്ട്, സോളിഡ് സ്റ്റേജ് ഉണ്ട് അല്ലേ. അപ്പം എന്താണ് അറ്റർബർഗ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ സ്റ്റേജ് അല്ലേ. അതിനെയാണ് നമ്മൾ അറ്റർബർഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൗണ്ടറി ഓഫ് വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. പ്ലാസ്റ്റിക് ലിമിറ്റിന് എന്താണ് നമ്മൾ പറയുന്നത്? എന്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ്? പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ സെമി സോളിഡ് സ്റ്റേറ്റിൻ്റെയും ഇടയിലാണ് അല്ലേ പ്ലാസ്റ്റിക് ലിമിറ്റ് പറയുന്നത്. 3 mm ത്രെഡിൻ്റെത് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രിങ്കേജ് ലിമിറ്റ് ആണ്. ശ്രിങ്കേജ് ലിമിറ്റ് ബൗണ്ടറി വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ ഏതിൻ്റെ ഇടയിലൊക്കെയാണ്? സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേജ് ആണ് അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് പറഞ്ഞു, WL-WP. കൺസിസ്റ്റൻസി ഇൻഡെക്സ് പറഞ്ഞു, WL-W ഡിവൈഡഡ് ബൈ WL-WP പറഞ്ഞു. ലിക്വിഡ് ഇൻഡെക്സ് പറഞ്ഞു, W-WP ഡിവൈഡഡ് ബൈ WL-WP എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.
അപ്പം കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് നോക്കിയിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ളതാണെങ്കിലും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിലും മിസ് ചെയ്യാണ്ട് കറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവരും കറക്റ്റ് ഒരു ട്രാക്കിൽ, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു ട്രാക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇപ്പം വെക്കേഷനൊക്കെയാണ്, ഓരോ വീട്ടിലിപ്പം കുട്ടികളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മർ വെക്കേഷൻ എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലത് മിസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഡേയ്സ് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം കുറച്ച് ഡേയ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്തെടുക്കുക. അപ്പം മിസ്സായതിൻ്റെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് എന്തായാലും വേണം, പക്ഷേ ഓവർ ടെൻസ്ഡ് ആയിട്ട് ഫുള്ള് ടോപ്പിക്ക് മിസ്സാവുകയും ചെയ്യരുത്. കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം മിസ്സായിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കവർ ചെയ്തെടുക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കില്ലേ പഠിക്കുന്നുണ്ടാവും. പഠിക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എന്നിട്ടും അവർ അതിൽ എഫേർട്ട് ഇട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം ആ ഒരു കാര്യം ഓർത്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.